നമ്മൾ ഇംഗ്ലീഷില് അഡ്ജക്റ്റീവ്സിനെ പറ്റി, അതും കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവ്സിനെ പറ്റി പറയുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ വരാറുണ്ട്. അതെന്താണെന്നറിയോ? അതായത് അവൾ അവളെക്കാൾ നല്ലതാണ്, ഇവൻ ഇവനേക്കാൾ ചീത്തയാണ്, ഇത് ഇതിനേക്കാൾ ഉയരമുള്ളതാണ് എന്നൊക്കെ പറയാം. അപ്പോൾ ഒന്നിനേക്കാൾ മറ്റേത് എന്ന് നമ്മൾ കമ്പയർ ചെയ്ത് പറയുന്നതിനെയാണ് കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അറിയോ? ഇല്ല. അപ്പൊ അത് വെച്ചിട്ട് കുറച്ച് സെന്റൻസസ് നമുക്ക് നോക്കാം. എങ്ങനെയാണ് രണ്ട് സാധനങ്ങൾ നമ്മൾ കമ്പയർ ചെയ്യുക, അവിടെ യൂസ് ചെയ്യുന്ന വേർഡ്സ് ഏതൊക്കെയാണ്. മിക്കവാറും നമ്മളൊരു വേർഡിന്റെ അവസാനം ആറ് ചേർത്ത് അത് കമ്പാരിറ്റീവ് ആവും. ടോൾ എന്നുള്ളത് ടോളർ ആവും, സ്മാർട്ട് സ്മാർട്ട്, പ്രിറ്റി പ്രിറ്റിയർ. അപ്പൊ യൂഷ്വലി ആറ് ചേർത്ത് ആവാറുണ്ട്. എന്നാൽ ചില വാക്കുകളിൽ വെറുതെ ആറ് ചേർത്ത് ആവില്ല. ഫോർ എക്സാമ്പിൾ ഇമ്പോർട്ടന്റ് എന്നുള്ളത് ഇമ്പോർട്ടന്റർ എന്ന് പറയില്ലല്ലോ. അങ്ങനത്തെ സ്ഥലത്ത് നമ്മൾ മോർ ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ലെസ് ഇമ്പോർട്ടന്റ്, അതായത് അതിനേക്കാളും ഇമ്പോർട്ടൻസ് ഉള്ളതാന്ന് പറയണമെങ്കിൽ മോർ ഇമ്പോർട്ടന്റ്, അതിനേക്കാളും കുറവാണെന്ന് പറയണമെങ്കിൽ ലെസ് ഇമ്പോർട്ടന്റ്. അപ്പൊ മോറും ലെസ്സും വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കാം, അതിന് ആൻസർ പറയാൻ പറ്റുമോ നോക്കാം. എന്റെ ബാഗ് നിന്റെ ബാഗിനേക്കാളും ഭാരമുള്ളതാണ്. My bag is heavier than yours. Okay, heavier, heavy എന്നുള്ളതിനെ heavier ആക്കാം. Okay, more heavy എന്നൊന്നും പറയരുത്, heavier ആണ്. അവൾ അവന്റെ ഫ്രണ്ടിനേക്കാൾ ഉയരമുള്ളതാണ്. She is taller than her friend. Okay, അങ്ങനെയാണെങ്കിൽ ഈ പുസ്തകം അല്ലെങ്കിൽ ഈ ബുക്ക് അതിനേക്കാളും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആണ്. This book is more interesting than interesting than that book. അപ്പൊ ഇൻട്രസ്റ്റിംഗും ഇമ്പോർട്ടന്റും ഒക്കെ നമ്മൾ ഇൻട്രസ്റ്റർ എന്നൊന്നും പറയില്ലല്ലോ. മോർ ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ മോർ ഇമ്പോർട്ടന്റ്, മോർ ബ്യൂട്ടിഫുൾ എന്നൊക്കെയാണ് പറയാം. ഓക്കെ, ഇന്നലത്തേക്കാൾ ഇന്ന് നല്ല ചൂടുണ്ട്. Today is hotter than yesterday. അങ്ങനെയാണെങ്കിൽ എന്റെ വീടിനേക്കാൾ അവന്റെ വീട് വലുതാണെന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം.